നമസ്കാരം. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം മ്യാമന്റെ സ്വന്തം മരുമകൻ കവലപ്രസംഗം നടത്താൻ ഒരു മൈക്കിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. സാധാരണ ഏപ്രിൽ 1 വെട്ടി ദിനമാണെങ്കിൽ കേരളത്തിൽ ഇനി എല്ലാ ബുധനാഴ്ചയും ലൈഡയ നുണദിനമാണ്. ഇജ്ജ് പറയുന്നത് എനിക്ക് കേൾക്കണ്ടേന്നും പറഞ്ഞത് ആ മൈക്ക് വരെ തല താഴ്ത്തി. അപ്പൊ പറഞ്ഞു വന്നത് എല്ലാ ബുധനാഴ്ചയും കേരളം ഇപ്പോൾ നുണ ദിവസം ആഘോഷിക്കുകയാണ് എന്നതാണ്. അതായത് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ വാർത്താ സമ്മേളനം നടത്തുന്ന കാര്യമാണ് റിയാസിക്ക ഉദ്ദേശിച്ചത്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമല്ലേ VD സതീശൻ കാര്യങ്ങൾ വിശദീകരിക്കാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നുള്ളൂ. നാട് ദുരിതത്തിൽ മുങ്ങിയ സമയത്ത്, മുങ്ങിത്താണുകൊണ്ടിരുന്ന സമയത്ത് അതൊരവസരമായി കണക്കാക്കി എല്ലാ ദിവസവും കൃത്യം 6 മണിക്ക് വന്നിരുന്നു മെഴുകിയിരുന്ന ഒരു മുൻ മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നല്ലോ. പുള്ളിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ബലത്തിലാണ് കേരളം പിടിച്ചു നിന്ന് പോയത് എന്നൊക്കെയാണ് പിന്നീട് അടിമകളുടെ വാഴ്ത്തുപാട്ടിലൂടെ അറിയാൻ സാധിച്ചത്. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാ ബുധനാഴ്ചയും ശ്രീ VD സതീശൻ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇക്കയ്ക്കും സംഘത്തിനും ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നില്ല എന്ന് തോന്നുന്നു. സ്വാഭാവികമാണ്. കാര്യം മന്ത്രിസ്ഥാനവും അധികാരവും പോയി സമനില തെറ്റി നടക്കുകയല്ലേ. ഇങ്ങനെയൊക്കെ പുലമ്പിയില്ലെങ്കിലേ അതിശയമുള്ളൂ. ഏപ്രിൽ ഫുൾ കൊല്ലത്തിൽ ഒരിക്കലാണ് കിട്ടുന്നതെങ്കിൽ മലയാളിക്ക് സൗഭാഗ്യം വന്നിരിക്കുകയാണ്. ഒരു കൊല്ലത്തിൽ 48 നുണദിനങ്ങൾ. പണ്ടൊരു കൊല്ലം 365 ദിവസവും തള്ളു ദിനങ്ങളായിരുന്നല്ലോ. അതുകൊണ്ട് വിഡ്ഢിദിനോ നുണദിനോ ഒക്കെ അവിടെ നിൽക്കട്ടേക്ക. നിങ്ങൾ ഒരു തിരിച്ചുവരവിനുള്ള ശ്രമമല്ലേ നടത്തുന്നത്? അതിങ്ങനെയല്ല ചെയ്യേണ്ടത്. കഴിഞ്ഞ 10 കൊല്ലം നിങ്ങൾ നാടിന് ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് കേൾക്കട്ടെ. പ്രതിപക്ഷ നേതാവ് കോട്ടുവായിട്ടതും ഉണ്ടതും ഉറങ്ങിയതും കക്കൂസി പോയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മൈക്ക് കെട്ടി ഇങ്ങനെ നിന്ന് പ്രസംഗിച്ചാൽ പ്രതിപക്ഷമാകില്ല മിസ്റ്റർ. ജനങ്ങൾ നിങ്ങളെ ഒന്നുകൂടി കൂടുതൽ വെറുക്കത്തതേ ഉള്ളൂ. VD സതീശൻ നുണ പറയുന്നു എന്ന് ഓരോ ഇടതുപക്ഷ നേതാക്കളും മാറി മാറി എല്ലാ ദിവസവും ഓരോ സ്റ്റേജിൽ കയറി നിന്ന് നുണ പറഞ്ഞാൽ അത് നാട്ടുകാർ വിശ്വസിക്കുവോ? എന്താ സംഭവിക്കുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും നാട്ടുകാർക്കില്ലേ? ആരാണ് കള്ളങ്ങളിലൂടെ ഇവിടെ കൊട്ടാരം തന്നെ പണിതതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. VD സതീശൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് കേരളത്തിലാണ്. 14-ാം വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ ആ കാണുന്ന തെങ്ങിന്റെ മുകളിൽ ഞാൻ കയറി. സത്യത്തിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. വേറെ ഒന്നും നിങ്ങൾക്ക് വിമർശിക്കാനില്ലേ മനുഷ്യ? VD സതീശൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു വന്ന വഴി 14-ാം വയസ്സിൽ തെങ്ങിൽ കയറിയ കഥയൊക്കെ പറഞ്ഞു. 16 ചിലപ്പോൾ 14 പോയതായിരിക്കും. സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. ഇന്ന് എന്ത് മുഖ്യമന്ത്രിയുടെ വായിന്ന് പിടിച്ചെടുക്കാം, അങ്ങനെ പിടിച്ചെടുത്ത് പ്രസംഗിക്കാമെന്ന്. അമ്മായിയപ്പൻ തുരുമ്പിച്ച വാളിനിടയിൽ കൂടി നടന്ന കഥ പറഞ്ഞപ്പോഴും റൊട്ടിയും വെള്ളവും കുടിച്ച് വിശപ്പടക്കിയ കഥ മെനഞ്ഞപ്പോഴും ഇത് കേരളമാണോ യൂറോപ്പാണോ എന്ന് മനസ്സിലാകാതെ അന്താളിച്ചു നിന്ന കുട്ടിയുടെ സാങ്കല്പിക കഥ തള്ളിയപ്പോഴും കണ്ണിൽപ്പെടുന്ന നാട്ടുകാരോടെല്ലാം ധാർഷ്ട്യത്തോടെ പെരുമാറിയപ്പോഴും പ്രസംഗം കേട്ട് സംശയം ചോദിക്കാൻ എഴുന്നേറ്റ് നിന്ന ഒരാളോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞപ്പോഴും ഒരു മുഖ്യമന്ത്രി കസേരയിലിരുന്ന് പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞപ്പോഴും പ്രിയ മരുമകൻ റിയാസിന്റെ വായിൽ രസകദളിപ്പഴം തിരികിയതിനാൽ ഒന്നും പറയാൻ പറ്റിയില്ല എന്ന് ഞങ്ങളിപ്പോൾ തിരിച്ചറിയുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്. VD സതീശന്റെ വാർത്താ സമ്മേളനങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും നിരീക്ഷിക്കുന്നുണ്ട്. VD സതീശൻ എവിടെ പ്രസംഗിച്ചാലും ഓരോ അക്ഷരവും കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കേട്ട് എഴുതി വെച്ച് നിങ്ങൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ മൈക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംസാരിക്കണ്ടേ അല്ലേക്ക? 14-ാം വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് തെങ്ങുമക്കാരി ഒരു മുഖ്യമന്ത്രി 14-ാം വയസ്സിലോ 16-ാം വയസ്സിലോ 20-ാം വയസ്സിലോ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് തെങ്ങിൽ കയറിയതൊക്കെ അവിടെ ഇരിക്കട്ടിക്ക. അതൊന്നും ഇപ്പോൾ കേരളത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വിഷയമല്ലല്ലോ. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വേറെ വിഷയങ്ങളൊന്നും വിമർശിക്കാൻ കിട്ടുന്നില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി മീൻ്റെ മുള്ളു കളയാതെ അത് വിഴുങ്ങി, പഴവിട്ടിളക്കാതെ പുട്ട് കഴിച്ച്, മുണ്ട് മടക്കി കുത്തിയപ്പോൾ കാല് കണ്ട്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. 9-ാം വയസ്സിൽ മുതലേ പിടിച്ച പ്രധാനമന്ത്രിയും 14-ാം വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് തെങ്ങുമേൽ ഒരു മുഖ്യമന്ത്രിയും. 9-ാം വയസ്സിൽ മുതലേ പിടിച്ച പ്രധാനമന്ത്രിയും 14-ാം വയസ്സിൽ തെങ്ങുമേൽ കയറിയ മുഖ്യമന്ത്രിയും മാത്രമല്ലല്ലോ. മണ്ണിൽ മുളച്ച സൂര്യൻ, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ, കാരണഭൂതൻ, ഇരട്ട ചങ്കൻ തുടങ്ങിയ വിശേഷണങ്ങൾ അടിമകളോട് ചോദിച്ചു വാങ്ങിയ ഗതികെട്ട ഒരു മുൻ മുഖ്യമന്ത്രിയും നമുക്ക് സ്വന്തമായിട്ടുണ്ടിക്ക. എവിടെ തൊട്ടാലും അവിടം നശിപ്പിക്കുന്ന, എവിടെ ചെന്നാലും അവിടം തുലയ്ക്കുന്ന മാൻഡ്രേക്ക് എഫക്റ്റോട് കൂടിയ ഒരു അഡാറ് മുൻ മുഖ്യമന്ത്രി. അതും കൂടി ഈ അവസരത്തിൽ പറയാമായിരുന്നു. വിലക്കയറ്റത്തെയും അതിദാരിദ്ര്യത്തെയും ഒക്കെ നാക്കുകൊണ്ടില്ലാതാക്കിയ വിരുദൻ, നോക്കി പ്രസംഗിക്കേണ്ട കടലാസ് കാറ്റിൽ പറന്ന ദേഷ്യം തീർക്കാൻ മൈക്കിന്റെ പെടലി പിടിച്ചൊടിച്ച വിദ്വാൻ, നാട്ടുകാരുടെ മുഴുവൻ പേരുടെയും കണ്ണിൽ ഒന്നിച്ചു പൊടിയിടാൻ നവകൊള്ള ബസ് ഇറക്കി അതിൽ ലിഫ്റ്റും കക്കൂസും വെച്ച് ഖജനാവ് വെളുപ്പിച്ച തന്ത്രശാലി. അങ്ങനെ പറഞ്ഞാ തീരൂല്ല പുള്ളേ വിസ്മയങ്ങള്. പഴയ മുഖ്യമന്ത്രി ചിരി കുറവാണ്.
എന്നാൽ ഇപ്പത്തെ മുഖ്യമന്ത്രിയോ ഉറങ്ങുമ്പോഴും ചിരിക്കും. ആഹാ, അപ്പൊ മുഖ്യമന്ത്രി ഉറങ്ങുന്നതും നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇല്ലല്ലോ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു CCTV ക്യാമറയായി സ്വയം അങ്ങ് പ്രഖ്യാപിച്ചുകൂടെ റിയാസിക്ക? ഇനി വിലക്കയറ്റുണ്ടായാലും എന്താ പ്രശ്നം? ചിരിക്കുന്ന മുഖ്യമന്ത്രി ഇല്ലേ? ചിരിക്കാതിരുന്നാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്തിയത്. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മുൻ മുഖ്യമന്ത്രി പരിഹരിച്ചിരുന്നത് ചിരിക്കാതെ ഇരുന്നുകൊണ്ടാണ്. VD സതീശൻ ചിരി നിർത്തിയാൽ അപ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. അങ്ങനെയല്ലേക്ക? ഒരു കണക്കിന് റിയാസിക്കയുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ അതൊരു ഗതികെട്ട അവസ്ഥ തന്നെ കേട്ടോ. മന്ത്രിയായിരുന്നപ്പോൾ എന്തുമാത്രം റീൽസും ഫ്ലെക്സും ഒക്കെ വെച്ച് നടന്ന മുതലാ. ഇപ്പോൾ ഒരു മൈക്ക് വഴി തെറ്റി എങ്ങാനും മുന്നിൽ വന്നാലായി. അപ്പൊ പിന്നെ വിടാൻ പറ്റുമോ? കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൈ പറയാനില്ല താനും. പിന്നെന്താ ചെയ്യണ്ടേ? VD സതീശന്റെ ചിരിയെ പറ്റിയും കരച്ചിലിനെ പറ്റിയും ഉറക്കത്തെ പറ്റിയൊക്കെ അങ്ങ് വാചാലനാകുക, അത്ര തന്നെ. ഇത് കണ്ണുകടി മൂത്ത് സമനില തെറ്റിയ തന്നെയാ, വേറൊന്നുമല്ല. പഴയ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്താണ് ചിലരുടെ അഭിപ്രായം? അയ്യോ, പഴയ മുഖ്യമന്ത്രിയെ കുറിച്ച് അഭിപ്രായങ്ങളേ ഉള്ളൂ. ബസ്സിന് ലിഫ്റ്റ് വെച്ച ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഒരു രാത്രി അന്തി ഉറങ്ങാൻ ലക്ഷങ്ങളുടെ ഫർണിച്ചറും ബെഡ്ഷീറ്റും ബെഡും വാങ്ങി പൊടിച്ച ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ജനങ്ങളുടെ ദാസനാണെന്ന് നിയമസഭയിൽ പ്രസംഗിച്ചിട്ട് അഹങ്കാരവും തലക്കനവും ധാർഷ്ട്യവും ജനങ്ങളോട് പച്ചയ്ക്ക് കാണിച്ചിട്ടുള്ള വേറൊരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എങ്ങനെ ആയിരിക്കരുത് എന്നതിന് ഉദാഹരണം കാണിച്ചു തന്ന വേറൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ഇനിയും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞു നിർത്താം. നിലവാരം വല്ലാതെ താഴേക്ക് പോകുന്നുണ്ട്. വിഷയദാരിദ്ര്യമാണ് പ്രശ്നം എന്നത് നാട്ടുകാർക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട് കേട്ടോ. തിരിച്ചുവരവിനുള്ള ശ്രമമൊക്കെ നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷെ ആ ശ്രമം ഒടുക്കത്തെ പോക്കിനുള്ളതാകരുത്. അപ്പോൾ തിരുത്താതെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. പോയിക്കോ.